പ്രതിസന്ധി കാലങ്ങളിൽ സുരക്ഷിത നിക്ഷേപമായാണ് എല്ലാവരും സ്വർണത്തെ കാണാറുള്ളത്. എന്നാൽ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അവസ്ഥ വ്യത്യസ്തമായിരിക്കുകയാണ്. ജനുവരിയിൽ 1,30,000 രൂപയ്ക്ക് മുകളിൽ വിലയെത്തിയിരുന്ന ഒരു പവൻ സ്വർണം ഇപ്പോൾ 1,80,000 രൂപയിലെത്തിയിരിക്കുന്നു. മാർച്ച് 23-ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില 90,000 രൂപയായിരുന്നു. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലുണ്ടായ ഭൂരിഭാഗം പ്രതിസന്ധികളിലും സ്വർണ്ണവില ഉയരുകയോ അല്ലെങ്കിൽ കുറയുകയോ തുടരുകയോ ചെയ്യുകയാണുണ്ടായത്. 2008-ലെ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ബാങ്കിംഗ് സംവിധാനങ്ങൾ തകരാറിലായപ്പോൾ സ്വർണ്ണവില ഉയർന്നിരുന്നു. കോവിഡ് കാലത്തും റഷ്യ ഉക്രൈൻ അധിനിവേശം നടത്തിയതിനു പിന്നാലെയുമെല്ലാം സ്വർണ്ണവില ഉയരുക മാത്രമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ മാത്രം എന്തേ ഇങ്ങനെ? യുദ്ധം തുടർന്നാൽ സ്വർണ്ണവില കുറയുമോ അതോ കൂടുകയാണോ ചെയ്യുക? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണവില കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. വിശദമായി പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർണം പലിശ നൽകുന്ന ആസ്തിയല്ല. അതിനാൽ തന്നെ സ്ഥായിയായ പലിശ നൽകുകയോ അല്ലെങ്കിൽ ഭാവിയിൽ വരുമാനം കൂടാൻ അവസരം നൽകുകയോ ചെയ്യുന്ന മേഖലകളുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടേക്ക് കൂടുതൽ പണമൊഴുകും. ഒരു ഉദാഹരണം പറയാം. US ബോണ്ടുകൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുമെന്ന് നിക്ഷേപകർക്ക് തോന്നിയെങ്കിൽ സ്വാഭാവികമായും എല്ലാവർക്കും ബോണ്ടുകൾ കൂടുതൽ ആകർഷകമാകുകയും സ്വർണത്തോടുള്ള ഭ്രമം നഷ്ടപ്പെടുകയും ചെയ്യും. അതേസമയം ബോണ്ട് പോലെയുള്ളവയിൽ നിന്നുമുള്ള വരുമാനം താഴെയാവുകയോ അവയുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം ഉയരുകയോ ചെയ്യുകയാണെങ്കിൽ നിക്ഷേപകർ സമ്പത്ത് സംരക്ഷിക്കാൻ സ്വർണത്തിലേക്ക് മാറും. കാരണം സ്വർണം എപ്പോഴും ഒരു സേഫ് ഹെവനാണ്. ഇനി നിലവിലുള്ള സാഹചര്യത്തിലേക്ക് ചേർത്ത് പറയാം. ഡോളറിന് ഇതിൽ നിർണായക പങ്കുണ്ട്. കാരണം എണ്ണയും സ്വർണവും അമേരിക്കൻ ഡോളറിലാണ് വില നിശ്ചയിക്കപ്പെടുന്നത്. ഒരു ട്രോയ് ഔൺസിന് ഇത്ര ഡോളറെന്നും ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് ഇത്ര ഡോളറെന്നുമൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ. അതുകൊണ്ട് ഡോളറിൻ്റെ മൂല്യം കുറയുമ്പോൾ സ്വാഭാവികമായും ഇതര രാജ്യങ്ങൾക്ക് കൂടുതൽ സ്വർണം വാങ്ങാൻ കഴിയുകയും അത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. തൽഫലമായി സ്വർണത്തിൻ്റെ വില വർദ്ധിക്കും. എന്നാൽ ഡോളറിൻ്റെ മൂല്യവും ആവശ്യകതയും വർദ്ധിക്കുകയാണെങ്കിൽ നേർവിപരീതമായിരിക്കും സംഭവിക്കുക. ഡോളറിൻ്റെ ആവശ്യം അന്താരാഷ്ട്ര കമ്പോളത്തിൽ കൂടുമ്പോൾ സ്വർണത്തിൻ്റെ വില കുറയും. ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $120 വരെ എത്തിയിരുന്നു തുക. ആഗോള ഇടപാടുകളിൽ 2000-നു ശേഷം ഡോളറിൻ്റെ സാന്നിധ്യം 71% നിന്നും 60% കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എണ്ണ കച്ചവടം നടക്കുന്നത് ഡോളറിൽ തന്നെയാണ്. അതുകൊണ്ട് എണ്ണ പ്രതിസന്ധി വരികയെന്നാൽ അത് ഡോളറിലേക്ക് ലോകം തിരിയുകയെന്ന് കൂടിയാണ്. നിലവിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിൻ്റെ വില കുറയും. ഇതോടുകൂടെ മുകളിൽ സൂചിപ്പിച്ചതുപോലെ പലിശ നിരക്കും വളരെ പ്രധാനമാണ്. പലിശ നിരക്ക് കൂടുകയാണെങ്കിൽ നിക്ഷേപങ്ങൾ സ്വാഭാവികമായും അങ്ങോട്ട് തിരിയും. അത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറയ്ക്കും. ചുരുക്കി പറഞ്ഞാൽ ദുർബലമായ ഡോളറും കുറഞ്ഞ പലിശ നിരക്കുമാണ് സ്വർണത്തിന് വില കൂടാൻ ഏറ്റവും അനുയോജ്യ സാഹചര്യങ്ങൾ. ഇപ്പോൾ ലോകം നിലനിൽക്കുന്നതാവട്ടെ ഏറെക്കുറെ വിപരീത ദിശയിലും. പരിശോധിച്ച് വരുമ്പോൾ യുദ്ധത്തിൻ്റെ ഭാവി സ്വർണ്ണവിലയുടെ ഏറ്റിറക്കങ്ങളിൽ നിർണായകമാണ്. എണ്ണവില സ്ഥിരതയിലാവുകയോ താഴുകയോ ചെയ്താൽ വിലക്കയറ്റ ഭീതി കുറയുകയും പലിശ പ്രതീക്ഷകൾ താഴുകയും ചെയ്യും. അതിലൂടെ ഡോളറിന് നിലവിലുള്ള ആവശ്യകതയും കുറയും. തൽഫലമായി സ്വർണം വീണ്ടും സേഫ് ഹെവനായി ആളുകളെ ആകർഷിക്കും. എന്തായാലും നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കാം. പക്ഷേ ഒരുപാടൊന്നും കുറയില്ലെന്നും നേരത്തെ ഉണ്ടായ ഉയർച്ചയിലേക്ക് ഭാവിയിൽ വീണ്ടും സ്വർണം മടങ്ങി വരുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്.